അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ വളരെ ചെറുതായിട്ട് ആ ചാപ്റ്ററിന് നമ്മൾ വളരെ സിമ്പിളായിട്ട് വളരെ കുറച്ച് സമയം കൊണ്ട് ആ ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ കേക്ക് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നോക്കിയേ, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ ആദ്യം തന്നെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ അല്ല കിടക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന ഫണ്ടമെന്റൽ തിയറം ഓഫ് കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. എന്താണ് ഈ ഫണ്ടമെന്റൽ തിയറം ഓഫ് കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇത്ര ഉള്ളതാണ്, സിമ്പിൾ. എൻ്റെ കയ്യിൽ 3 ഷർട്ടുകളുണ്ട്. എനിക്ക് 3 ഷർട്ട് ഉണ്ടെന്ന് വിചാരിച്ചു. എനിക്ക് എത്ര ഷർട്ട് ഉണ്ട്? 3 ഷർട്ടുകളുണ്ട്. എനിക്ക് 3 ഷർട്ടുകളുണ്ട്. എൻ്റെ അടുത്ത് 2 പാൻസും ഉണ്ട്. എനിക്ക് 3 ഷർട്ടും 2 പാൻറ്റും ഉണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള 3 ഷർട്ടിനെ ഞാൻ S1 S2 S3 എന്ന് വിളിച്ചു. ഷർട്ട് 1 ഷർട്ട് 2 ഷർട്ട് 3. പാൻസിനെ P1 എന്നും P2 എന്ന് വിളിച്ചു. ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ്, എൻ്റെ കയ്യിലുള്ള ഈ 3 ഷർട്ടും 2 പാൻറ്റും എനിക്ക് എത്ര വ്യത്യസ്ത രീതിയിൽ, എത്ര ഡിഫറൻറ്റ് ടൈപ്പിൽ റിപ്പീറ്റ് ചെയ്യാതെ ധരിക്കാം, വെയർ ചെയ്യാം എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ്. എങ്ങനെയൊക്കെ വെയർ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ധരിക്കാം നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ. വളരെ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞേ. ഞാൻ ആദ്യത്തെ ദിവസം ഷർട്ട് 1ഉം പാൻറ്റ് 1ഉം ഇട്ടു. രണ്ടാമത്തെ ദിവസം ഷർട്ട് 1ഉം പാൻറ്റ് 2 ഇട്ടു. മൂന്നാമത്തെ ദിവസമായപ്പോൾ ഞാൻ ഷർട്ട് 2 എടുത്തു, പാൻറ്റ് 1 ഇട്ടു. നാലാമത്തെ ദിവസം ഷർട്ട് 2 എടുത്തു, പാൻറ്റ് 2 എടുത്തു. ഓക്കെ അല്ലേ? മൂന്നാമത്തെ ദിവസമായപ്പോൾ അടുത്ത ദിവസമായപ്പോൾ ഷർട്ട് 3 എടുത്തു, പാൻറ്റ് 1 എടുത്തു. അടുത്ത ഷർട്ട് 3 എടുത്തു, പാൻറ്റ് 2 എടുത്തു. ഇത്രയും ടൈപ്പിലല്ലേ എനിക്ക് ധരിക്കാൻ പറ്റുള്ളൂ. വേറെ ഏതെങ്കിലും ടൈപ്പിൽ നമുക്ക് ധരിക്കാൻ പറ്റുമോ? നിങ്ങൾ തന്നെ നോക്കിയേ. ഇത്രയും ടൈപ്പിൽ മാത്രമേ എനിക്ക് റിപ്പീറ്റ് ചെയ്യാതെ ധരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എത്ര ടൈപ്പായി? 1 2 3 4 5 6. എനിക്ക് 6 രീതിയിൽ ധരിക്കാം. കേട്ടല്ലോ? വളരെ സിമ്പിൾ. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ്, എൻ്റെ കയ്യിൽ ഈ 3 ഷർട്ടും 2 പാൻറ്റും ഉള്ളത് കൊണ്ട് നമുക്കിങ്ങനെ എഴുതി കണ്ടുപിടിക്കാം. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവൻ്റെ കയ്യിൽ 15 ഷർട്ട് ഉണ്ട്. അവൻ്റെ കയ്യിൽ എത്ര ഷർട്ട് ഉണ്ട്? അവൻ്റെ കയ്യിൽ 15 ഷർട്ട്സ് ഉണ്ട്. അതുപോലെ 4 പാൻസും ഉണ്ട്. അവന് സത്യം പറഞ്ഞാൽ എത്ര രീതിയിൽ ധരിക്കാം? നമുക്കിങ്ങനെ ഷർട്ട് 1 ഷർട്ട് 2 ഷർട്ട് 3 ഷർട്ട് 15 വരെ എഴുതി പാൻറ്റ് 1 പാൻറ്റ് 2 പാൻറ്റ് 3 പാൻറ്റ് 4 എന്ന് എഴുതി കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. അതിനുവേണ്ടി ഒരു എളുപ്പ വഴി കൊണ്ടുവന്നു. അതാണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് കൗണ്ടിങ് പറയുന്നത്. അതായത് നിങ്ങൾ പെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യുന്നത് എത്ര ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ഒബ്ജക്ട്സ് ആണെന്ന് നോക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ കമ്പൈൻ ചെയ്യുന്നത് 3 ഷർട്ടും 2 പാൻറ്റുമാണ്. 2 ടൈപ്പ് സാധനങ്ങൾ, 3 ഷർട്ടും 2 പാൻറ്റും. ആ ഫസ്റ്റ് ടൈപ്പ് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക. ഷർട്ട് 3 എണ്ണം അല്ലേ? ഇനി രണ്ടാമത്തെ ടൈപ്പ് പാൻറ് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക, 2. അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് വേണ്ട ആൻസർ ആവും. നോക്ക്, 6 ways എന്ന് കിട്ടിയില്ലേ? എൻ്റെ അടുത്ത് 3 ഷർട്ട് ഉണ്ട്, 2 പാൻറ് ഉണ്ട്, അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ആൻസർ ആയി. അതുപോലെ എൻ്റെ കൂട്ടുകാരൻ്റെ ഈ 15 ഷർട്ടും 4 പാൻറ്റും ഉണ്ട്. 15 ഷർട്ടും 4 പാൻറ്റും ഉണ്ട്. അവൻ എത്ര രീതിയിൽ ധരിക്കാം? ഫസ്റ്റ് ടൈപ്പ് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കണം, 15. സെക്കൻഡ് ടൈപ്പ് എത്ര ഉണ്ടെന്ന് നോക്കണം, 4. അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതിയിടാ. അപ്പോൾ അവൻ 60 വേസിൽ 60 തരത്തിൽ ധരിക്കാം. ഇതുപോലെ എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്. ആ കൂട്ടുകാരിയുടെ കയ്യിൽ 20 നെക്ലേസുകളുണ്ട്. എന്താണ്? 20 നെക്ലേസുകളുണ്ട്. അതുപോലെ 10 ഇയറിങ്സും ഉണ്ട്. 10 ഇയറിങ്സും ഉണ്ട്. അവൾക്കത് എത്ര രീതിയിൽ ധരിക്കാം? നോക്ക്, 20 നെക്ലേസ് ഫസ്റ്റ് ടൈപ്പ് സാധനം 20 എണ്ണം ഉണ്ട്. സെക്കൻഡ് ടൈപ്പ് സാധനം എത്ര എണ്ണമാണ്? 10 എണ്ണം. അപ്പോൾ 20 × 10 എത്രയാണ്? 200 രീതിയിൽ, വ്യത്യസ്ത രീതിയിൽ അവർക്ക് ധരിക്കാം. ഓക്കെ അല്ലേ? സിമ്പിൾ. അപ്പോൾ നിങ്ങളിവിടെ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ കയ്യിൽ M ഒബ്ജക്ട്സ് ഉണ്ട് ഒരു ടൈപ്പ്. എന്താണ്? M ഒബ്ജക്ട്സ് ഒരു ടൈപ്പ് ഉണ്ട്. N ഒബ്ജക്ട്സ് വേറെ ടൈപ്പ് ഉണ്ട്. എന്താണ്? N ഒബ്ജക്ട്സ് വേറൊരു ടൈപ്പ് ഉണ്ട്. ഇത് രണ്ടും കൂടി എത്ര രീതിയിൽ ധരിക്കാം, പെയർ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രണ്ടും കൂടി ഇൻഡു ചെയ്താൽ മതി. വളരെ സിമ്പിൾ. M × N ways. സിമ്പിൾ. ഓക്കെ അല്ലേ? അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ കയ്യിൽ 5 ഷർട്ട് ഉണ്ട്, എൻ്റെ കയ്യിൽ 4 പാൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? എനിക്കിത് രണ്ടും കൂടി എത്ര രീതിയിൽ പെയർ ചെയ്യാം, എത്ര ഡിഫറൻറ്റ് രീതിയിൽ ധരിക്കാം? ഈ 5ഉം 4ഉം കൂടി ഗുണിച്ചാൽ മതി. 5 × 4 എത്രയാണ്? 20 ഡിഫറൻറ്റ് ടൈപ്സിൽ എനിക്കിത് ധരിക്കാം. അപ്പോൾ ഇതാണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് കൗണ്ടിങ് പറയുന്നത്. എത്ര വ്യത്യസ്ത സാധനങ്ങളുണ്ടോ അതിൻ്റെ ഓരോന്നിൻ്റെയും എണ്ണം എത്രയാണെന്ന് നോക്കുക, വെറുതെ മൾട്ടിപ്ലൈ ചെയ്യുക, ആൻസർ ആവും. കേട്ടല്ലോ? ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ എങ്ങനെ വരുന്നെന്ന് നോക്കാം. ദേ വളരെ സിമ്പിളാണ്. ഹൗ മെനി 4 letter codes can be made using the letters A B C D E F with repeatation not allowed? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വിത്ത് റിപ്പീറ്റേഷൻ അലൗഡ്. ഈ മോഡലിൽ ചോദ്യം വരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഉണ്ടാക്കേണ്ട സാധനം എന്താണെന്ന് നോക്കണം. നമുക്ക് ഉണ്ടാക്കേണ്ടത് എന്താണ്? ഹൗ മെനി 4 letter code.
നമുക്കൊരു 4 ലെറ്റർ കോഡാണ് ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ 4 വര വരച്ചു. എന്താണ് 4 ലെറ്റർ കോഡ് ഉണ്ടാക്കേണ്ട കാരണം 4 വര വരച്ചു. ഇനി എവിടെ നിന്നാണ് ഉണ്ടാക്കേണ്ടത് നോക്കുക. ABCDEF ഈ ലെറ്ററിൽ നിന്ന് വേണം ഉണ്ടാക്കാൻ. അപ്പം ഞാൻ ABCDEF ഇവിടെ എഴുതി. ഓക്കെ അല്ലേ? ഇതിൻ്റെ അകത്ത് നിന്ന് വേണം 4 ലെറ്റർ കോഡ് ഉണ്ടാക്കേണ്ടത്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇനി റിപ്പീറ്റേഷൻ അലൗഡ് ആണോ റിപ്പീറ്റേഷൻ അലൗഡ് അല്ലേ എന്ന് നോക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ റിപ്പീറ്റേഷൻ നോട്ട് അലൗഡ് ആണ്. അപ്പോൾ എഴുതിക്കൊള്ളണം എന്താണ് റിപ്പീറ്റേഷൻ നോട്ട് അലൗഡ് ആണ്, അത് ഓർത്തോളണം. അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. നമുക്കൊരു 4 ലെറ്റർ കോഡ് ഉണ്ടാക്കണം. ഈ ലെറ്ററുകളിൽ നിന്ന് വേണം ആ 4 ലെറ്റർ കോഡ് ഉണ്ടാക്കാൻ. റിപ്പീറ്റേഷൻ പാടില്ല. അതായത് A ഒരു സ്ഥലത്ത് എഴുതിയാൽ പിന്നെ ഒരിടത്തും A വരരുത്, C ഒരിടത്ത് എഴുതിയാൽ പിന്നെ ഒരിടത്തും C വരരുത്. ഇത്രേ ഉള്ളൂ. അപ്പോൾ ശ്രദ്ധിച്ചോ, നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. ഇവിടെ നോക്ക്, ഈ ഫസ്റ്റ് പൊസിഷനിൽ എനിക്ക് ഏതൊക്കെ ലെറ്റർ എഴുതാടാ? A എഴുതാം, B എഴുതാം, C എഴുതാം, D എഴുതാം, E എഴുതാം, F എഴുതാം. മൊത്തം എത്ര നമ്പർ ഉണ്ട്? 1 2 3 4 5 6. ഈ 6 എണ്ണം ഇവിടെ എഴുതാം. കേട്ടല്ലോ? അപ്പോൾ ഏതോ ഒരെണ്ണം ഇവിടെ എഴുതിപ്പോയി. ഓക്കെ അല്ലേ? ഏതോ ഒരെണ്ണം അവിടെ എഴുതിപ്പോയി. ആ എഴുതിയത് എനിക്ക് ഇപ്പുറത്ത് എഴുതാൻ പറ്റുമോ? ഇല്ല, എഴുതിയത് റിപ്പീറ്റ് ആയി പോകും. അപ്പോൾ നോക്കിയേ, ഏതോ ഒരെണ്ണം ഇവിടെ എഴുതി. അപ്പോൾ ഈ 6 എണ്ണത്തിൽ നോക്കി 1 2 3 4 5 6 എണ്ണം ഉണ്ട്. ഈ 6 എണ്ണത്തിൽ ഒരെണ്ണം ഇവിടെ എഴുതിപ്പോയി. അപ്പോൾ ആ ഒരെണ്ണം കുറച്ചാ എനിക്ക് ഇവിടെ എഴുതാൻ പറ്റുള്ളൂ അല്ലേ? കാര്യം എന്താ? ഇവിടെ എഴുതിയായിരുന്നെങ്കിൽ ഈ ഇവിടെ എഴുതിയാൽ അത് റിപ്പീറ്റേഷൻ ആയി പോകും. റിപ്പീറ്റേഷൻ പാടില്ല. അപ്പോൾ ഈ 6 എണ്ണത്തിൽ ഒരെണ്ണം ഇവിടെ എഴുതിയത് കാരണം ഒരെണ്ണം കുറച്ച് 5 എണ്ണമേ ഇവിടെ എനിക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരെണ്ണം കൂടി ഞാൻ ഇവിടെ എഴുതി. കേട്ടല്ലോ? ഇത് എഴുതിയില്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ. ഈ താഴത്ത് എഴുതിയിരിക്കുന്ന സാധനം എഴുതിയില്ലെങ്കിലും പ്രശ്നമില്ല. മൊത്തം 6 എണ്ണം ഇവിടെ എഴുതാം. ഒരെണ്ണം ഇവിടെ എഴുതിപ്പോയത് കാരണം ഒരെണ്ണം കുറച്ച് ഇവിടെ എഴുതി. ഓക്കെ അല്ലേ? ഇനി അടുത്ത സ്ഥലം നോക്കിയടാ, മൊത്തം 6 നമ്പറുകളുണ്ട്. ഏതോ ഒരെണ്ണം ഇവിടെ എഴുതി, ഏതോ ഒരെണ്ണം ഇവിടെ എഴുതി. അപ്പോൾ അത് രണ്ടും ഒഴിച്ച് ബാക്കി 4 എണ്ണമല്ലേ ഇവിടെ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? സിമ്പിൾ. അപ്പോൾ നോക്ക്, ഇനി അടുത്ത പ്ലേസോ നോക്ക്, മൊത്തം 3 എണ്ണം എഴുതിപ്പോയി. ഏതോ 3 എണ്ണം എഴുതിപ്പോയി. മൊത്തം 6 നമ്പറിൽ 3 എണ്ണം എഴുതി. ബാക്കി അപ്പോൾ 3 എണ്ണം കുറച്ചാൽ ബാക്കി എത്രയാണ്? 3 എണ്ണം. ഇങ്ങനെ നോക്കി ഈ കിട്ടിയ നമ്പറെല്ലാം നമ്മൾ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കൗണ്ടിങ് പറഞ്ഞ പോലെ ഇതെല്ലാം കൂടി ഗുണിച്ചാൽ നമുക്ക് ആൻസറായി. 6 × 5 എത്രയാണ്? 30 ഇൻറ്റു 4 × 3 എത്രയാണ്? 12 വിച്ച് ഈസ് ഈക്വൽ ടു 30 × 12 എത്രയാണ്? 360 നമ്പേഴ്സ് അല്ലെങ്കിൽ 360 കോഡ്സ് എന്ന് നമുക്ക് കിട്ടും. സിമ്പിൾ. കേട്ടല്ലോ? ഇത് റിപ്പീറ്റേഷൻ നോട്ട് അലൗഡ് ആണ്. ഇനി റിപ്പീറ്റേഷൻ അലൗഡിൻ്റെ കേസ് ഒന്ന് നോക്കിയേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണെന്ത്? റിപ്പീറ്റേഷൻ അലൗഡ്. റിപ്പീറ്റേഷൻ അലൗഡ് എന്താണെന്ന് നോക്കിയേ. നോക്ക്, വിത്ത് റിപ്പീറ്റേഷൻ അലൗഡ് ഇവിടെ ഇത് തന്നെ എത്രയാണ്? നമുക്കൊരു 4 ലെറ്റർ കോഡ് ഉണ്ടാക്കണം. എവിടെ നിന്നാണ് ഉണ്ടാക്കേണ്ടത്? ABCDEF നിന്നാണ് ഉണ്ടാക്കേണ്ടത്. റിപ്പീറ്റേഷൻ അലൗഡ് ആണ്. റിപ്പീറ്റേഷൻ അലൗഡ് ആണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇവിടെ നോക്ക്, ഈ ഫസ്റ്റ് പ്ലേസിൽ നമുക്ക് 1 2 3 4 5 6 ഈ 6 നമ്പരും എഴുതാം. കേട്ടല്ലോ? ഏതോ ഒരെണ്ണം എഴുതിപ്പോയി, അതിവിടെ എഴുതിയ പ്രശ്നമുണ്ടോ? ഇല്ല, റിപ്പീറ്റേഷൻ അലൗഡ് ആണ്. റിപ്പീറ്റ് ചെയ്താൽ കുഴപ്പമില്ല. അപ്പോൾ നോക്ക്, രണ്ടാമത്തെ പ്ലേസിൽ ഈ നമ്പറിൽ ഏത് എഴുതിയാലും കുഴപ്പമില്ല, റിപ്പീറ്റേഷൻ അലൗഡ് ആണ്. അപ്പോൾ രണ്ടാമത്തെ പൊസിഷനും എന്താണ്? 6 തന്നെ എടുക്കാം. കേട്ടല്ലോ? ഇനി അടുത്ത മൂന്നാമത്തെ പൊസിഷൻ എന്താണ്? അത് നേരത്തെ പറഞ്ഞു, റിപ്പീറ്റേഷൻ അലൗഡ് ആയതുകൊണ്ട് എത്ര എണ്ണം ഉണ്ടോ അത് തന്നെ ഇവിടെ എഴുതാം. അടുത്തതും റിപ്പീറ്റേഷൻ അലൗഡ് ആയതുകൊണ്ട് എത്ര എണ്ണം ഉണ്ടോ അത് തന്നെ ഇവിടെ എഴുതാം. അപ്പോൾ ആൻസർ എത്ര വന്നു? 6 × 6 × 6 × 6. ഇതിൻ്റെ ആൻസർ എത്രയാണ്? വെറുതെ മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ എഴുതിയാൽ മതി. 6 × 6 36 വന്നു. അടുത്ത 6 × 6 36 വന്നു. ആൻസർ എത്ര കിട്ടും? 1296 വേസ് എന്ന് കിട്ടും. കേട്ടല്ലോ? അപ്പോൾ 1296 കോഡ്സ് റിപ്പീറ്റ് ചെയ്തുണ്ടാക്കാം. റിപ്പീറ്റ് ചെയ്യാതെ 360 ദേ ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കിയാൽ അത് സെറ്റ് ആവും. നോക്ക്, ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ക്യാൻ ബി മെയ്ഡ് യൂസിങ് ദ ഡിജിറ്റ്സ്? ഇത് വെച്ച് വിത്ത് റിപ്പീറ്റേഷൻ നോട്ട് അലൗഡ്. അപ്പോൾ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? നമുക്കൊരു 3 ഡിജിറ്റ് കോഡ് ഉണ്ടാക്കണം. കേട്ടല്ലോ? ഏതൊക്കെ നമ്പറിൽ നിന്നാണ് ഉണ്ടാക്കേണ്ടത്? 1 2 3 4 5 നിന്നാണ് ഉണ്ടാക്കേണ്ടത്. റിപ്പീറ്റേഷൻ അലൗഡ് ആണോ? അല്ല, റിപ്പീറ്റേഷൻ നോട്ട് അലൗഡ് ആണ്. അതെഴുതി. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ചെയ്യാൻ പോവുകയാണ്. നോക്ക്, നമുക്ക് ഈ ഫസ്റ്റ് പ്ലേസിൽ ഏതൊക്കെ രീതിയിൽ ഫില്ല് ചെയ്യാം? 1 2 3 4 5 5 നമ്പറുകളുണ്ട്. 5ഉം അവിടെ എഴുതാം, ഒരു പ്രശ്നവുമില്ല. ഇനി അടുത്ത പ്ലേസ് വരുമ്പോൾ റിപ്പീറ്റേഷൻ നോട്ട് അലൗഡ് ആണ്. ഇവിടെ എഴുതിയേക്കുന്ന സാധനം എഴുതരുത് ഇവിടെ. അപ്പോൾ മൊത്തം 5 നമ്പറിൽ ഏതോ ഒരെണ്ണം എഴുതിപ്പോയി, ഒരെണ്ണം കുറച്ച് 4 എണ്ണം ഇവിടെ എഴുതാം അല്ലേ? അപ്പോൾ 2 നമ്പർ ഇവിടെ എഴുതിപ്പോയി. അപ്പോൾ അടുത്ത പ്ലേസ് എത്രയാണ്? മൊത്തം 5 നമ്പറിൽ 2 എണ്ണം ഇവിടെ എഴുതിപ്പോയി. അപ്പോൾ 5 എണ്ണത്തിൽ 2 എണ്ണം കുറച്ച് 3 എണ്ണം ഇവിടെ എഴുതാം. അപ്പോൾ ആൻസർ എത്രയാണ്? 5 × 4 × 3. ആൻസർ എത്ര വന്നു? 5 × 4 20, 20 × 3 എത്ര വന്നു? 60 എന്ന് വന്നു. കേട്ടല്ലോ? സിമ്പിൾ. ഇതാണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് കൗണ്ടിങ്ങിൽ നിന്ന് ചോദിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ. ഇനി അടുത്തതിലേക്ക് കിടക്കാം. അടുത്ത ഫാക്ടോറിയൽ. ഫാക്ടോറിയൽ വളരെ സിമ്പിളാണ്. എന്താണ് ഫാക്ടോറിയൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫാക്ടോറിയൽ സൂചിപ്പിക്കുന്ന നൊട്ടേഷൻ നമ്മുടെ എക്സ്ക്ലമേഷൻ മാർക്ക് പോലത്തെ മാർക്കാണ്. കേട്ടല്ലോ?
ഇനി എന്താണ് 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ? സിമ്പിളാണ്. 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ നാച്ചുറൽ നമ്പറുകൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് 5 ഫാക്ടോറിയൽ. കേട്ടല്ലോ, ഇവിടെ ശ്രദ്ധിച്ചോളണം. 5ന്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത്, ശ്രദ്ധിച്ചോളണം, 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഏത് നമ്പർ വരെ പറഞ്ഞിട്ടുണ്ട് അതുവരെയും വെറുതെ മൾട്ടിപ്ലൈ ചെയ്യുക. നോക്ക്, 5 ഫാക്ടോറിയൽ പറഞ്ഞാൽ 1ൽ നിന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. ഏത് നമ്പറിന്റെ ഫാക്ടോറിയൽ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ആ നമ്പർ വരെ മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 2 × 3 × 4 × 5 വരെ. അപ്പോൾ ആൻസർ എത്ര കിട്ടും? നോക്കിയേ, 1 × 2 2, 6, 24, 5, 120 എന്ന ആൻസർ വന്നു. നോക്കേ, 4 ഫാക്ടോറിയൽ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് പറയും? ഇത് നോക്ക്, വളരെ സിമ്പിൾ. 1 × 2 × 3 × 4. ആൻസർ എത്ര കിട്ടും? 24 എന്ന് വരും. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഏത് നമ്പറിന്റെ ഫാക്ടോറിയലാണ്, ഇപ്പൊ 100 ഫാക്ടോറിയൽ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? 1 × 2 × 3 × എക്സെട്ര എവിടം വരെ മൾട്ടിപ്ലൈ ചെയ്യണം? 100 വരെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇതാണ് ഫാക്ടോറിയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ശ്രദ്ധിച്ചോ, അപ്പോൾ ഫാക്ടോറിയലിന് ഒരു ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതും നമ്മൾ? n ഫാക്ടോറിയൽ ഈക്വൽ ടു 1 × 2 × 3 × 4 × എക്സെട്ര ഇൻറ്റു എത്ര വരെയാണ്? n വരെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇതാണ് n ഫാക്ടോറിയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഇവിടെ നോക്കി, ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 1 ഫാക്ടോറിയൽ എത്രയാണ്? 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1ൽ തുടങ്ങി ഇവിടെ പറഞ്ഞിരിക്കുന്ന നമ്പർ വരെ 1 വരെ. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 1 തന്നെ. 2 ഫാക്ടോറിയൽ എത്രയാടാ? 1 × 2. ആൻസർ എത്രയാണ്? 2. അടുത്തത് 3 ഫാക്ടോറിയൽ എത്രയാടാ? 1 × 2 × 3 വരെ. ആൻസർ എത്ര കിട്ടി? 4. അടുത്തത് 6. 4 ഫാക്ടോറിയൽ എത്രയാടാ? 1 × 2 × 3 × 4. ആൻസർ എത്ര കിട്ടും? 24 എന്ന് കിട്ടും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ നിങ്ങളോട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം ചോദിക്കുവാണ്. 0 ഫാക്ടോറിയൽ. 0യുടെ ഫാക്ടോറിയൽ കൂടി ഒന്ന് പഠിച്ചോളണം. കേട്ടല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞു നാച്ചുറൽ നമ്പറിന് മാത്രമാണെന്ന്, പക്ഷേ 0യുടെ ഫാക്ടോറിയൽ കൂടി നമ്മൾ പഠിക്കണം. കേട്ടല്ലോ, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഒരുപാട് തവണ ഒരു മാർക്കിന് ചോദിച്ചിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. 0 ഫാക്ടോറിയൽ എത്രയാണ്? 0 ഫാക്ടോറിയൽ 0 അല്ല, 0 ഫാക്ടോറിയൽ 1 ആണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി ഇതിൻ്റെ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതിൻ്റെ അകത്ത് നിന്ന് ഫാക്ടോറിയൽ മാത്രം വെച്ചുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വെറുതെ ഒരു ക്വസ്റ്റ്യൻ. എന്താണ്? ഫൈൻഡ് 6 ഫാക്ടോറിയൽ. എങ്ങനെ കണ്ടുപിടിക്കാം? വളരെ സിമ്പിൾ. നോക്കിക്കടാ, 6 ഫാക്ടോറിയൽ ഈക്വൽ ടു എന്താണ്? 6 ഫാക്ടോറിയൽ ഈക്വൽ ടു 1 × 2 × 3 × 4 × 5 × 6 വരെ. നോക്ക്, 2, 6, 24, 120, 120 × 6 എത്ര വന്നു? 720 എന്ന് ആൻസർ വരും. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഇനി മിക്കവരും തെറ്റിച്ച് കളയുന്ന ഒരു കാര്യമുണ്ട്. ഇത് 4 ഫാക്ടോറിയൽ മൈനസ് 2 ഫാക്ടോറിയൽ. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? 4 ഫാക്ടോറിയൽ മൈനസ് 2 ഫാക്ടോറിയൽ. ഇവിടെ ചിലപ്പോൾ മൈനസ് വരാം, ചിലപ്പോൾ പ്ലസ് വരാം, ചിലപ്പോൾ ഡിവിഷൻ വരാം, ചിലപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ വരാം. എന്ത് വന്നാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 4 ഫാക്ടോറിയൽ മൈനസ് 2 ഫാക്ടോറിയലിനെ 4ൽ നിന്ന് 2 കുറച്ച് 2 ഫാക്ടോറിയൽ എന്ന് എഴുതരുത്. ഇത് തെറ്റാണ്. ഇത് തെറ്റാണ്. പകരം എന്ത് ചെയ്യണം? 4 ഫാക്ടോറിയൽ മൈനസ് 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ആദ്യം 4 ഫാക്ടോറിയൽ സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. എത്രയാണ്? 1 × 2 × 3 × 4. ആൻസർ എത്ര വന്നു? 24. ഓക്കെ, അടുത്തത് വേണ്ടത് 2 ഫാക്ടോറിയൽ. 2 ഫാക്ടോറിയൽ എത്രയാണ്? 1 × 2. ആൻസർ എത്ര വന്നു? 2. അപ്പോൾ 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 24 ആണ്. മൈനസ് 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 ആണ്. ആൻസർ എത്ര കിട്ടി? 22. മറ്റേത് ചെയ്താൽ 22 കിട്ടുമായിരുന്നോ? ഇല്ല. 4 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ കുറച്ച് നമ്മളിത് 2 ഫാക്ടോറിയൽ എന്ന് എഴുതിയേക്കുന്നത്. 2 ഫാക്ടോറിയൽ 2 അല്ലേ? അപ്പോൾ ഇത് തെറ്റാണ്. ഇത് എഴുതരുത് അങ്ങനെ. ഓരോന്നും സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. കേട്ടല്ലോ മക്കളെ? അപ്പോൾ ക്രിസ്മസ് എക്സാംസ് അടുത്ത് വന്നു. അപ്പോൾ ക്രിസ്മസ് എക്സാം നിങ്ങളെ കിഡിലനാക്കി പഠിപ്പിച്ചു തരാൻ വേണ്ടി നമ്മളൊരു പ്രീ ബൂസ്റ്റർ ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് മെയിൻ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു ബൂസ്റ്റർ ബാച്ചാണ്. നിങ്ങളെ പെട്ടെന്ന് വളരെ വേഗത്തിൽ ഒരു ക്രാഷ് കോഴ്സ് പോലെ +2 +1 പഠിപ്പിച്ചു തരുന്ന ഒരു ബൂസ്റ്റർ ബാച്ചാണ്. അത് ക്രിസ്മസ് എക്സാമിന് കൂടി നിങ്ങൾക്ക് ഉപയോഗപ്പെടട്ടെ എന്ന് ഓർത്താണ് നമ്മൾ പ്രീ ബൂസ്റ്റർ ബാച്ച് എന്ന് പറഞ്ഞ് നമ്മൾ ഈ കോഴ്സ് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5499 കോഴ്സ് നിങ്ങൾക്കിപ്പോൾ 4299 സ്വന്തമാക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റാക്കാം. അതുകൂടെ ഫൈനൽ എക്സാമിന് കൂടി ഈ കോഴ്സ് ഉപയോഗപ്പെടുത്താം. അതാണ് പ്രീ ബൂസ്റ്റർ ബാച്ചിൻ്റെ ഒരു ഗുണം. അതിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റഡി ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. +1 സ്റ്റഡി ഗ്രൂപ്പ്. +1ൻ്റെ ക്രിസ്മസ് എക്സാം സ്റ്റഡി ഗ്രൂപ്പ്. അപ്പോൾ ഈ ക്രിസ്മസ് എക്സാം സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യുക. സത്യം പറഞ്ഞാൽ ഇത് കമ്മ്യൂണിറ്റി അല്ലാതെ നമ്മൾ +1 ക്രിസ്മസ് എക്സാമിന് വേണ്ടി മാത്രമുള്ള സ്റ്റഡി ഗ്രൂപ്പാണ്.
നേരത്തെ ഉണ്ടായിരുന്ന കുട്ടികൾക്കറിയാം, നമ്മൾ ഓണം എക്സാമിന് വേണ്ടി ഇങ്ങനെ ഒരു സ്റ്റഡി ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ക്രിസ്മസ് എക്സാമിന് വേണ്ട എല്ലാ കാര്യങ്ങളും വരും. ഡെയിലി ക്വസ്റ്റ്യൻസ് വരും, ഡെയിലി കുറേ ഡിസ്ക്രിപ്റ്റീവ് ഡീറ്റെയിൽസ് എല്ലാം വരും. നിങ്ങൾക്ക് വേണ്ട ക്വസ്റ്റ്യൻസും ഇതിൻ്റെ എളുപ്പവഴികളും ട്രിക്കുകളും എല്ലാ സാധനങ്ങളും വരും. അത് കൂടാതെ നമ്മുടെ ഡെയിലി പ്ലാൻ, ഇപ്പോൾ പഠിച്ച് തുടങ്ങാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു റെഗുലർ പ്ലാനുകൾ ഉണ്ടാവും. നോട്ടുകൾ, ഓരോ ലൈവുകൾ കഴിഞ്ഞിട്ടുള്ള നോട്ടുകളും ഓരോ ക്ലാസ്സുകൾ, ഒരു യൂട്യൂബ് വീഡിയോയുടെ നോട്ടുകളും എല്ലാം നിങ്ങൾക്ക് ഈ സ്റ്റഡി ഗ്രൂപ്പിൽ നിന്ന് കിട്ടും. അത് കൂടാതെ മൈക്രോബിറ്റുകൾ, നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാകാൻ വേണ്ടി ചെറിയ 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 നോട്ടുകളെല്ലാം മൈക്രോബിറ്റുകളുടെ രൂപത്തിൽ നിങ്ങൾക്ക് തരും. പിന്നെ ലൈവ് ലിങ്ക്, അതായത് ഇനി ക്ലാസ്സുകളെല്ലാം പക്കയായിട്ട് ലൈവ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ലൈവുകൾ ജോയിൻ ചെയ്യാൻ വേണ്ടി അതിൻ്റെ അകത്തേക്ക് വരിക. അതിൻ്റെ അകത്താണ് നമ്മളുടെ ലൈവ് ലിങ്കുകളും നോട്ടുകളും എല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ ക്രിസ്മസ് പരീക്ഷ നമുക്ക് സെറ്റാക്കണം, എല്ലാവരും വാ. എടാ, ഇനിയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ പെർമ്യൂട്ടേഷനിലേക്കും കോമ്പിനേഷനിലേക്കും കിടക്കുന്നത്. അത് രണ്ടും സിമ്പിളായിട്ട് ആദ്യം എന്താണെന്ന് പറഞ്ഞു തരാം, എന്നിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇവിടെ നോക്കിയേ, എന്താണ് പെർമ്യൂട്ടേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് പെർമ്യൂട്ടേഷൻ പറയാം. എന്താണ്? ആദ്യം നമുക്ക് പെർമ്യൂട്ടേഷൻ പറയാം. അത് കഴിഞ്ഞ് അത് ഓക്കെ ആയി കഴിഞ്ഞിട്ട് എന്ത് പറയാം? അത് ഓക്കെ ആയി കഴിഞ്ഞിട്ട് കോമ്പിനേഷൻ പറയാം. കോമ്പിനേഷൻ ഓക്കെ അല്ലേ? അപ്പോൾ ആദ്യം പറയാൻ പോകുന്നത് പെർമ്യൂട്ടേഷൻ. ഈ പെർമ്യൂട്ടേഷൻ്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. എടാ, എൻ്റെ അടുത്ത് 3 ഒബ്ജക്റ്റുകൾ ഉണ്ടെന്ന് വിചാരിച്ചു. ABC എന്ന് പറഞ്ഞാൽ 3 ആൾക്കാരുണ്ട്. ഈ 3 ആൾക്കാരിൽ നിന്നും ശ്രദ്ധിച്ചാൽ ഇവിടെ എത്ര പേരുണ്ട്? 3 പേരുണ്ട് കേട്ടല്ലോ. ഈ 3 പേരിൽ നിന്നും 2 പേരെ എടുത്ത് എനിക്ക് അറേഞ്ച് ചെയ്യണം. ശ്രദ്ധിച്ചോളണം, ഇതിൻ്റെ അകത്തുനിന്ന് 2 പേരെ എടുത്ത് എനിക്ക് അറേഞ്ച് ചെയ്യണം. ഈ അറേഞ്ച് അല്ലെങ്കിൽ അറേഞ്ച്മെന്റ് എന്ന് പറയുന്ന വാക്ക് കണ്ടാൽ എന്താണ്? അറേഞ്ച്മെന്റ് എന്ന് പറയുന്ന വാക്ക് കണ്ടാൽ എന്താണെന്ന് ഓർത്തോളണം? പെർമ്യൂട്ടേഷൻ ആണെന്ന് ഓർത്തോളണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടല്ലോ. അപ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് 3 പേരിൽ നിന്ന് 2 പേരെ എടുത്ത് അറേഞ്ച് ചെയ്യണം. അതെങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാം? ഇപ്പോൾ ഈ 3 പേരിൽ നിന്ന് ഞാൻ 2 പേരെ എടുത്തു, AB. ഈ ABനെ എനിക്ക് ഇങ്ങനെ AB എന്ന് അറേഞ്ച് ചെയ്യാം, ഇവരെ തിരിച്ചു വരുത്താം, BA. ഇതാണ് അറേഞ്ച്മെന്റ്. എന്താണ്? എനെ ആദ്യം ഇരുത്തി ബിനെ രണ്ടാമത് ഇരുത്തി, അത് ഫസ്റ്റ് അറേഞ്ച്മെന്റ്. ഇനി ബിനെ ആദ്യം ഇരുത്തി എനെ രണ്ടാമത് ഇരുത്തി, അത് സെക്കൻഡ് അറേഞ്ച്മെന്റ്. കേട്ടല്ലോ, ഇങ്ങനെയാണ് അറേഞ്ച്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത 2 പേരെ ഞാൻ എടുത്തു, ഞാൻ ബിനെയും സിനെ എടുത്തു, ഇത് ഫസ്റ്റ് അറേഞ്ച്മെന്റ്. ഇവരെ തിരിച്ചിരുത്തിയാൽ അത് സെക്കൻഡ് അറേഞ്ച്മെന്റ് ആയി, CB. ഓക്കെ അല്ലേ? ഇനി എന്താണ്? ഞാൻ എനെയും സിനെ എടുത്തു, ഓക്കെ അല്ലേ? ഇവരെ തിരിച്ചെടുത്തിയാൽ അത് അടുത്ത അറേഞ്ച്മെന്റ് ആയി. അപ്പൊ നോക്കിയേ, പെർമ്യൂട്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പേരിൽ നിന്ന് 2 പേരെ എടുത്ത് എങ്ങനെ അറേഞ്ച് ചെയ്യാം എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം എന്ന് നോക്കിയാൽ 1 2 3 4 5 6 6 രീതിയിൽ അറേഞ്ച് ചെയ്യാം, 6 വേസിൽ അറേഞ്ച് ചെയ്യാം. കേട്ടല്ലോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഇനി ഇതെല്ലാം നമുക്ക് ഇങ്ങനെ എഴുതി ചെയ്യാൻ പറ്റൂല. 10 പേരിൽ നിന്ന് 4 പേരെ എടുത്ത് അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം ഇങ്ങനെ എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതിനു വേണ്ടിയാണ് ഒരു ഇക്വേഷൻ കൊണ്ടുവന്നത്. വളരെ സിമ്പിൾ ആണ്. 3 പേരിൽ നിന്നും 2 പേരെ എടുത്ത് അറേഞ്ച് ചെയ്യാനല്ലേ നമ്മളോട് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ എഴുതുന്നത് ഇങ്ങനെയായിരിക്കും, 3P2. ഇത് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ്? 3 പേരിൽ നിന്ന് 2 പേരെ എടുത്ത് അറേഞ്ച് ചെയ്യണം, 3 പേരിൽ നിന്ന് 2 പേരെ എടുത്ത് അറേഞ്ച് ചെയ്യണം. ഇത് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, വളരെ സിമ്പിൾ ആണ്. എന്താണ്? ഈ മേളത്തെ നമ്പർ എന്താണോ അതിന്റെ ഫാക്ടോറിയൽ എടുക്കുക, ബൈ ഇത് രണ്ടും കൂടി കുറച്ച് താഴെ എഴുതി ഫാക്ടോറിയൽ എടുക്കുക, 3 - 2 ഫാക്ടോറിയൽ. സിമ്പിൾ അല്ലേ? നോക്ക്, 3 ഫാക്ടോറിയൽ മേളിൽ എഴുതി, ബൈ 3 - 2 എത്രയാടാ? 1 ഫാക്ടോറിയൽ. 3 ഫാക്ടോറിയൽ കണ്ടുപിടിച്ചാൽ 6 എന്ന് കിട്ടും. 1 ഫാക്ടോറിയൽ 1 ആണ്. നമുക്ക് എത്ര കിട്ടിയടാ? 6 എന്ന് കിട്ടി. വളരെ സിമ്പിൾ. അപ്പൊ നോക്ക്, ഇതാണ് പെർമ്യൂട്ടേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. എങ്ങനെയാണ് പെർമ്യൂട്ടേഷൻ കണ്ടുപിടിക്കുന്നത്? NPR ഈക്വൽ ടു പറ, മേളിലത്തതിന്റെ ഫാക്ടോറിയൽ അതുപോലെ തന്നെ n ഫാക്ടോറിയൽ ബൈ താഴെയുള്ളത് ഇത് രണ്ടും കൂടി കുറച്ച് ഫാക്ടോറിയൽ എടുക്കണം, n - r ഫാക്ടോറിയൽ. ഇതാണ് പെർമ്യൂട്ടേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. സിമ്പിൾ. അപ്പോൾ പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ 3 പേരിൽ നിന്ന് 2 പേരെ എടുത്ത് അറേഞ്ച് ചെയ്യണം, അതാണ് പെർമ്യൂട്ടേഷൻ. അത് കണ്ടാൽ P കൊണ്ട് ആലോചിച്ചോളണം. അറേഞ്ച്മെന്റ് എന്ന് കണ്ടാൽ പെർമ്യൂട്ടേഷൻ ആണ്. ഇനി നമ്മൾ കോമ്പിനേഷനിലേക്ക് കിടക്കുവാണ്. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ. നോക്കിക്കടാ, നേരത്തെ പറഞ്ഞ പോലെ 3 പേര് തന്നെ. നോക്കിയേ, ഈ 3 പേരിൽ നിന്നും നേരത്തെ പറഞ്ഞത് 3 പേരിൽ നിന്ന് 2 പേരെ എടുത്ത് അറേഞ്ച് ചെയ്യണമെന്നല്ലേ പറഞ്ഞത്. ഇവിടെ 3 പേരിൽ നിന്ന് 2 പേരെ എനിക്ക് സെലക്ട് ചെയ്യണം. അപ്പൊ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സെലക്ഷൻ ആണ്. സെലക്ഷൻ എന്ന് എവിടെ കണ്ടാലും ഓർത്തോളം കോമ്പിനേഷൻ ആണെന്ന്. കേട്ടല്ലോ. അപ്പൊ എനിക്ക് 3 പേരിൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്യണം.
ഞാൻ ഇതിൻ്റെ അകത്ത് നിന്ന് എ ബിനെ സെലക്ട് ചെയ്തു, തിരിച്ച് ഞാൻ ബി എ എന്ന് എഴുതേണ്ട കാര്യമുണ്ടോ? എടാ ഞാൻ എനെയും ബിനെയും സെലക്ട് ചെയ്തു, അത് തന്നെയാണ് ബിനെയും എനെയും സെലക്ട് ചെയ്യുന്നത്. ഇവിടെ അറേഞ്ച്മെന്റ് ആയതുകൊണ്ടാണ് നമ്മൾ തിരിച്ചെഴുതിയത്. ഇവിടെ അറേഞ്ച്മെന്റ് ഇല്ല, സെലക്ഷൻ മാത്രം. എൻ്റെ ക്ലാസ്സിൽ നിന്ന് ഞാൻ അരുണിനെയും ആതിരേനെയും സെലക്ട് ചെയ്തു എന്ന് പറയുന്നതും ആതിരേനെയും അരുണിനെയും സെലക്ട് ചെയ്യുന്നതെന്ന് പറയുന്നതും എന്താണ്? സെയിം ആണ് അല്ലേ? അപ്പോൾ നോക്ക്, എനെയും ബിനെയും സെലക്ട് ചെയ്തു, അടുത്ത ആരെ സെലക്ട് ചെയ്യാം? ബിനെയും സിനെയും സെലക്ട് ചെയ്തു, അടുത്ത ആരെ സെലക്ട് ചെയ്യാം? എനെയും സിനെയും സെലക്ട് ചെയ്തു. അപ്പോൾ മൊത്തം എത്ര സെലക്ഷൻ ആയടാ? മൊത്തം എത്ര സെലക്ഷൻ ആയടാ? 3 സെലക്ഷൻ. 3 സെലക്ഷൻ അല്ലെങ്കിൽ 3 വേസിൽ എനിക്ക് സെലക്ഷൻ നടത്താം. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോ, വളരെ സിമ്പിൾ. നോക്കിയേ, 3 പേരിൽ നിന്നും 2 പേരെ എടുത്ത് സെലക്ഷൻ നടത്തുന്നതിനെയാണ് കോമ്പിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്ക്, 3 പേരിൽ നിന്നും 2 പേരെ സെലക്ട് ചെയ്യണം. അത് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, ശ്രദ്ധിച്ചോളണം, വളരെ ഇമ്പോർട്ടൻറ്റ്. ഈ മുകളിലത്തെ നമ്പർ എന്താണോ അതിൻ്റെ ഫാക്ടോറിയൽ എടുക്കുക. ഓക്കെ, ഇത് രണ്ടും കൂടി കുറച്ചും ഫാക്ടോറിയൽ എടുക്കുക, 3 - 2 ഫാക്ടോറിയൽ. അത് കൂടാതെ ഈ താഴെ വന്നിട്ടുള്ള ആളെ ഒന്ന് ഇൻറ്റു കൂടി ചെയ്തേക്കുക ഫാക്ടോറിയൽ ഇട്ട്. അപ്പോൾ ആൻസറായി. നോക്ക്, 3 ഫാക്ടോറിയൽ മേളിൽ വന്നു, താഴെ എന്താണ്? ഒരു 2 ഫാക്ടോറിയൽ ഉണ്ട്. 3 - 2 എത്രയാടാ? 1 ഫാക്ടോറിയൽ, വിച്ച് ഈസ് ഈക്വൽ ടു 3 ഫാക്ടോറിയൽ എത്രയാണ്? 6. 2 ഫാക്ടോറിയൽ എത്രയാണ്? 2. 1 ഫാക്ടോറിയൽ എത്രയാണ്? 1. 6/2 എത്രയാടാ? 3. സിമ്പിൾ, ഇത്രേ ഉള്ളൂ. അപ്പോൾ കോമ്പിനേഷൻ്റെ ആൻസർ എങ്ങനെയാണ്? NCR ഈക്വൽ ടു മുകളിലത്തെ ഫാക്ടോറിയൽ അതുപോലെ തന്നെ എടുക്കുക, താഴെ എന്താണോ വന്നിട്ടുള്ളത് അതിൻ്റെ ഫാക്ടോറിയൽ എടുക്കുക, ഇൻറ്റു ഇത് രണ്ടും കൂടി കുറച്ചുകൂടി എഴുതിയേക്കുക, N - R ഫാക്ടോറിയൽ. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ഇത്രയും കാര്യം ഓർത്തിരുന്ന് വെച്ചാൽ മതി. അറേഞ്ച് ചെയ്യുന്നതാണ് പെർമ്യൂട്ടേഷൻ, സെലക്ട് ചെയ്യുന്നതാണ് കോമ്പിനേഷൻ. കേട്ടല്ലോ? പെർമ്യൂട്ടേഷൻ്റെ ഇക്വേഷൻ NPR ഈക്വൽ ടു N ഫാക്ടോറിയൽ ബൈ N - R ഫാക്ടോറിയൽ. കോമ്പിനേഷൻ്റെ ഇക്വേഷൻ NCR ഈക്വൽ ടു N ഫാക്ടോറിയൽ ബൈ R ഫാക്ടോറിയൽ ഇൻറ്റു N - R ഫാക്ടോറിയൽ. സിമ്പിൾ. ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് ഓരോ സാധനങ്ങളായിട്ട് എടുത്ത് പഠിക്കാം. അപ്പോൾ ആദ്യം പറയാൻ പോകുന്നത് പെർമ്യൂട്ടേഷൻ ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞു പെർമ്യൂട്ടേഷൻ്റെ ഇക്വേഷൻ എന്താണ്? NPR ഈക്വൽ ടു N ഫാക്ടോറിയൽ ബൈ N - R ഫാക്ടോറിയൽ. ഒരു ഇക്വേഷൻ വേണമെങ്കിൽ കാണിച്ചു തരാം. നോക്ക്, എനിക്ക് 6p2 കണ്ടുപിടിക്കണം. ഇതിൻ്റെ അർത്ഥം എന്താ? 6 പേരിൽ നിന്ന് 2 പേരെ എടുത്ത് അറേഞ്ച് ചെയ്യണം. ഇതാണ് കേട്ടോ, 6 പേരിൽ നിന്ന് 2 പേരെ എടുത്ത് അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞത്? 6 ഫാക്ടോറിയൽ ബൈ എന്താണ്? ഇത് രണ്ടും കൂടി കുറച്ചെഴുതുക, 6 - 2 ഫാക്ടോറിയൽ വിച്ച് ഈസ് ഈക്വൽ ടു എത്ര വന്നടാ? 6 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ. സിമ്പിൾ സിമ്പിൾ. ഇത് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം? വളരെ സിമ്പിളായിട്ട് 6 ഫാക്ടോറിയലിനെ 1 × 2 × 3 × 4 × 5 × 6 എന്ന് മേളിൽ എഴുതാം. താഴെ എത്രയാണ്? 1 × 2 × 3 × 4. നോക്ക്, ഈ 1 × 2 × 3 × 4ഉം 4ഉം ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി ആൻസർ 5 × 6. ആൻസർ എത്ര കിട്ടി? 30 എന്ന് കിട്ടി. ഇതാണ് ബേസിക് മെത്തേഡ്. ഇതിനൊരു ഷോർട്ട് കട്ട് കൂടിയുണ്ട്. ഇത് ശ്രദ്ധിച്ചോ, ഷോർട്ട് കട്ട്, ഷോർട്ട് കട്ട്, ഷോർട്ട് കട്ട്. വേഗം പറഞ്ഞോ. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് 6p2 ആണ്. 6p2 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണമെന്നറിയാമോ? 6 ആണ് പറഞ്ഞിരിക്കുന്നത്, മുകളിലത്തെ നമ്പർ. ആ 6 എഴുതുക. എന്നിട്ട് പി എന്ന് പറഞ്ഞാൽ പുറകോട്ടാണെന്ന് ഓർക്കുക. 6p2. പി എന്ന് പറഞ്ഞാൽ എന്താണ്? പുറകോട്ട്. പുറകോട്ട് എടുക്കണം. പുറകോട്ട് എന്താണ് എടുക്കേണ്ടത്? 2 നമ്പറുകൾ എടുക്കണം. ഒരു നമ്പർ ഇവിടെ ഉണ്ട്, പുറകോട്ട് അടുത്ത നമ്പർ കൂടി എടുക്കുക. 5. 6 × 5 എത്രയാണ്? 30. സിമ്പിൾ. നോക്ക്, 7p3. ആൻസർ എത്ര കിട്ടും? 7ൽ നിന്ന് തുടങ്ങി പുറകോട്ട് എത്ര നമ്പർ എടുക്കണം? 3 നമ്പറുകൾ. അപ്പോൾ 7 × 6 × 5. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 6 × 5 30. 30 × 7 എത്രയാണ്? 21. 210. ഓക്കെ അല്ലേ? സിമ്പിൾ. ഇത്രേ ഉള്ളൂ. കേട്ടല്ലോ? അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കാം ഇതുമായി ബന്ധപ്പെട്ട. നോക്കിയേ, ഫൈൻഡ് 8p2. 8p2ൻ്റെ ആൻസർ എന്ത് വരും? പറ. 8p2. എളുപ്പ വഴിയിൽ ചെയ്യാം. നോക്ക്, 8ൽ തുടങ്ങി പുറകോട്ട് 2 നമ്പറുകൾ, 8 × 7. ആൻസർ എത്ര കിട്ടും? 56. സംശയമുള്ളവർ ചെയ്ത് നോക്കൂ. ഇക്വേഷൻ വെച്ച് വേണമെങ്കിൽ അങ്ങനെയും ചെയ്ത് നോക്കൂ. ഓക്കെ അല്ലേ? ഇനി പെർമ്യൂട്ടേഷനിൽ നിന്ന് ചോദിക്കുന്ന വേറൊരു ചോദ്യമുണ്ട്, വേർഡിൻ്റെ പ്രോബ്ലം. നോക്ക്, ഫൈൻഡ് ദ നമ്പർ ഓഫ് ഡിഫറൻറ്റ് അറേഞ്ച്മെൻറ്റ്സ് എന്ന് തന്നിട്ടുണ്ട്. അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെർമ്യൂട്ടേഷൻ ആണ്. കേട്ടല്ലോ? ഫൈൻഡ് ദ നമ്പർ ഓഫ് ഡിഫറൻറ്റ് അറേഞ്ച്മെൻറ്റ്സ് ദാറ്റ് ക്യാൻ ബി മെയ്ഡ് ഫ്രം ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് റോസ്. അപ്പോൾ റോസ് എന്ന് പറയുന്ന വേർഡിൻ്റെ അറേഞ്ച്മെൻറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ വേർഡ് അങ്ങോട്ട് എടുത്ത് എഴുതുക, റോസ്. കേട്ടല്ലോ? ഇനി ശ്രദ്ധിക്കേണ്ടത് ആ വേർഡിൻ്റെ അകത്ത് ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ നോക്കുക. റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ?
റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആർ ഒരെണ്ണേ ഉള്ളൂ, ഓ ഒരെണ്ണേ ഉള്ളൂ, എസ് ഒരെണ്ണേ ഉള്ളൂ, ഇ ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഇവിടെ എത്ര ലെറ്ററുകൾ ഉണ്ടെന്ന് നോക്കുക. 1 2 3 4 4 ലെറ്ററുകളല്ലേ ഉള്ളു. ആ 4ന്റെ ഫാക്ടോറിയൽ അങ്ങോട്ട് എടുത്താൽ മതി. അതായിരിക്കും ആൻസർ. 4 ഫാക്ടോറിയൽ എത്രയാണ്? 24. സിമ്പിൾ. അപ്പോൾ നിങ്ങളോട് ചോദിക്കുവാണ് ഫൈൻഡ് ദ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ക്യാറ്റ്. വല്ലതും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ നോക്കുക. റിപ്പീറ്റ് ചെയ്യുന്നില്ല. റിപ്പീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? മൊത്തം എത്ര നമ്പർ ഉണ്ടോ അതിന്റെ ഫാക്ടോറിയൽ എടുക്കുക. 3 ഫാക്ടോറിയൽ എത്രയാണ്? 6. സിമ്പിൾ. ഇനി ചില ചോദ്യങ്ങളിൽ റിപ്പീറ്റേഷൻ വരും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇവിടെ നോക്കിയേ, ആപ്പിൾ നോക്കടാ, ആപ്പിൾ. ഫൈൻഡ് ദ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ആപ്പിൾ. റിപ്പീറ്റേഷൻ വന്നു. അപ്പൊ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് നേരത്തെ ചെയ്ത പോലെ എത്ര നമ്പർ ഉണ്ടോ നോക്കുക. 3 4 5 നമ്പറുകൾ അല്ലെ? 5 നമ്പറുകളുള്ളത്. അപ്പൊ നേരത്തെ ചെയ്ത പോലെ 5 ഫാക്ടോറിയൽ എടുത്തു. കഴിഞ്ഞിട്ടില്ല. റിപ്പീറ്റേഷൻ ഉള്ളത് കൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്ന ആരൊക്കെ ഉണ്ടെന്ന് നോക്കുക. പി ഉണ്ട്. പി എത്ര പേരുണ്ടാ? 2 പേരുണ്ട്. ആ റിപ്പീറ്റ് ചെയ്ത ആളാ സൈഡിൽ എടുത്ത് എഴുതുക. റിപ്പീറ്റ് ചെയ്തവരെ മാത്രം മതി. നോക്കിയേ, റിപ്പീറ്റ് ചെയ്തവരെ സൈഡിൽ എടുത്ത് എഴുതുക. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ മൊത്തം എത്ര പേരുണ്ടോ അവരുടെ ഫാക്ടോറിയൽ മേളിൽ എഴുതി, റിപ്പീറ്റ് ചെയ്തത് എത്ര പേരാണോ അവരുടെ ഫാക്ടോറിയൽ താഴെ എഴുതി. ഇത്രേ ഉള്ളൂ. അപ്പൊ നോക്ക്, 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 120 ആണ്. 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 ആണ്. ആൻസർ എത്ര വന്നു? 60. സിമ്പിൾ. അപ്പൊ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ശ്രദ്ധിക്കാനുള്ളത്. അപ്പൊ നമുക്ക് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. നോക്ക്, ഫൈൻഡ് ദ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഓഫ് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ഇൻഡിപെൻഡൻസ്. ഇൻ ഹൗ മെനി ഓഫ് ദീസ് അറേഞ്ച്മെന്റ് ഡു ഓൾ ദ ലെറ്റേഴ്സ് സ്റ്റാർട്ട് വിത്ത് ലെറ്റർ ബി, ഡു ഓൾ ദ വവൽസ് ഓൾവേസ് ഒക്കർ ടുഗദർ. 2 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് അതിന്റെ ഫസ്റ്റ് പാർട്ടായിട്ട് ഇതിന്റെ ടോട്ടൽ അറേഞ്ച്മെന്റ്സ് ഒന്ന് കണ്ടുപിടിക്കാം. എന്നിട്ട് എയും ബിയും ചെയ്യാം അല്ലെ? അപ്പൊ നമ്മുടെ വേർഡ് എന്താണ്? INDEPENDENCE. ഓക്കെ അല്ലേ? ഇതിന്റെ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ അല്ലെങ്കിൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ആണ് ഞാൻ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്. വേഗം പറഞ്ഞു. ആദ്യം എന്ത് ചെയ്യണം? ടോട്ടൽ എത്ര നമ്പർ ഉണ്ടെന്ന് നോക്കുക. 1 2 3 4 5 6 7 8 9 10 11 12. അപ്പൊ 12 ഫാക്ടോറിയൽ ഞാൻ മുകളിൽ എഴുതി. ഓക്കെ. ഇനി റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാർ വേണം. ഇവിടെ നോക്കുക, റിപ്പീറ്റ് ചെയ്യുന്ന ആരൊക്കെ ഉണ്ടാ? N 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. N എത്ര പേരുണ്ട്? N 3 പേരുണ്ട്. ഓക്കെ, സിമ്പിൾ. അടുത്തത് ഡി നോക്കണം. ഡി എത്രയുണ്ട്? 1 2. ഡി എത്ര പേരുണ്ട്? ഡി 2 പേരുണ്ട്. പിന്നെ ആരണ്ടാ? ഇ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. ഇ എത്ര പേരുണ്ടാ? ഇ 4 പേരുണ്ട്. ഇത്രയും പേരാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. N 3 പേരുണ്ട്, ഡി 2 പേരുണ്ട്, ഇ 4 പേരുണ്ട്. അവരെല്ലാവരെയും താഴെ എടുത്തെഴുതുക. 2 ഫാക്ടോറിയൽ, 3 ഫാക്ടോറിയൽ, 4 ഫാക്ടോറിയൽ. ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കുക. ഇതിന്റെ ആൻസർ കാൽക്കുലേറ്ററിൽ അടിച്ചോ എങ്ങനെ വേണമെങ്കിലും കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇത് കാൽക്കുലേറ്ററിൽ അടിക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും 166.32.00 എന്ന് പറഞ്ഞൊരു വലിയ ആൻസർ കിട്ടും. കേട്ടല്ലോ? ഇതാണ് ഫസ്റ്റ് നമുക്ക് ടോട്ടൽ പെർമ്യൂട്ടേഷൻ. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഡു ദ വേർഡ് സ്റ്റാർട്ട് വിത്ത് ലെറ്റർ പി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ വളരെ സിമ്പിൾ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻഡിപെൻഡൻസ് എന്ന് അങ്ങോട്ട് എഴുതി ഇൻഡിപെൻഡൻസ് എന്ന് ഞാൻ അങ്ങോട്ട് എഴുതി. കേട്ടല്ലോ? സിമ്പിൾ. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പിയിൽ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ്. അപ്പോൾ ഞാൻ പി മാത്രം എടുത്തു. നോക്കിയേ, പി മാത്രം എടുത്തു. പിയിൽ സ്റ്റാർട്ട് ചെയ്യണമെന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ പി എടുത്ത് ആദ്യം എഴുതി. ഓക്കെ അല്ലേ? ഇനി ബാക്കിയുള്ളവരെല്ലാവരും നിരത്തി പിടിച്ചെഴുതിക്കോ. ഐ ഉണ്ട്, എൻ ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട്. പി വേണ്ട. പിന്നെ ഒരു ഇ ഉണ്ട്, എൻ ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട്, എൻ ഉണ്ട്, സി ഉണ്ട്, ഇ ഉണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പിയിൽ തുടങ്ങണമെന്ന് പറഞ്ഞാൽ പി പിന്നെ അനങ്ങരുത്. പി ഫ്രണ്ടിൽ തന്നെ. പിയിൽ നിങ്ങൾ അനക്കരുത്. പി ഫിക്സഡ് ആണ്. പിനെ നിങ്ങൾ കൂട്ടിയേ പോലും വേണ്ട. പി അവിടെ കിടന്നോട്ടെ. കേട്ടല്ലോ? ബാക്കിയുള്ള എല്ലാവരെയും അങ്ങോട്ട് എടുക്കുക. നോക്ക്, ഇവിടെ ബാക്കി പി ഒഴിച്ച് ബാക്കി എത്ര പേരുണ്ടെന്ന് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11. അപ്പോൾ 11 ഫാക്ടോറിയൽ എന്ന് മുകളിൽ എഴുതി. ടോട്ടൽ എത്ര പേരുണ്ടെന്ന് മുകളിൽ എഴുതി. ഇനി റിപ്പീറ്റ് ചെയ്യുന്ന എത്ര പേരുണ്ടെന്ന് നോക്കുക. N എത്രയുണ്ട്? 1 2 3. N നേരത്തെ പറഞ്ഞതുപോലെ 3 പേരുണ്ട്. അടുത്ത ഡി എത്രയുണ്ട്? 1 2. ഡി എത്ര പേരുണ്ട്? 2 പേരുണ്ട്. അടുത്ത ഇ ആണ്. 1 2 3 4. ഇ എത്ര പേരുണ്ട്? 4 പേരുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ ഫാക്ടോറിയൽ എടുക്കുക. ഫസ്റ്റ് കൊടുത്തിരിക്കുന്നവനെ കൂട്ടിയേ പോലും വേണ്ട നിങ്ങൾ. അപ്പോൾ നോക്ക്, താഴെ ഒരു 2 ഫാക്ടോറിയൽ വന്നു, 3 ഫാക്ടോറിയൽ വന്നു, 4 ഫാക്ടോറിയൽ വന്നു. ഇത് കാൽക്കുലേറ്ററിൽ അടിച്ചാൽ നിങ്ങളുടെ ആൻസർ ആയി. അപ്പോൾ ഇതിന്റെ ആൻസർ 138600 എന്ന് നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ അടിക്കുമ്പോൾ കിട്ടും. ഓക്കെ അല്ലേ? ഇനി അടുത്ത നോക്കടാ. ഡു ഓൾ ദ വവൽസ് ഓൾവേസ് ഒക്കർ ടുഗദർ. വവൽസ് ഒരുമിച്ച് വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്ക്, നമ്മുടെ വേർഡ് എഴുതി ഞാൻ. INDEPENDENCE
NCE. വവ്വൽസ് ഒക്കർ ടുഗദർ എന്ന് പറഞ്ഞാൽ വവ്വൽസ് ആരൊക്കെയുണ്ട്? എ ഉണ്ട്, ഇ ഉണ്ട്, ഐ ഉണ്ട്, ഒ ഉണ്ട്, യു ഉണ്ട്. ഇതിൻ്റെ അകത്തെ വവ്വൽസ് എല്ലാവരെയും പെറുക്കി ഒരുമിച്ചിടുക. ഐ ഉണ്ട്, ഇവിടെ ഒരു ഇ ഉണ്ട്, ഇ ഉണ്ട്, ഇ ഉണ്ട്, ഇ ഉണ്ട്, ഇത്രയല്ലേ വവ്വൽസ് ഉള്ളൂ. ആ വവ്വൽസിനെ പിടിച്ച് ഒരുമിച്ച് എഴുതുവാണ് ഐ ഇ ഇ ഇ. ഇവരെ 4 പേരും ഒരുമിച്ചാകണമെന്നാണ് പറഞ്ഞേക്കുന്നത് ഒക്കർ ടുഗദർ. അവരെ 4 പേരെയും കൂടി ഒരുമിച്ച് എഴുതി ബാക്കിയുള്ളവരെ എടുത്ത് എഴുതുക. ഇവിടെ ഒരു എൻ ഉണ്ട്, ഇവിടെ ഒരു ഡി ഉണ്ട്, പിന്നെ എന്താണുള്ളത്? ഒരു പി ഉണ്ട്, പിന്നെ ഒരു എൻ ഉണ്ട്, പിന്നെ ഒരു ഡി ഉണ്ട്, പിന്നെ ഒരു എൻ ഉണ്ട്, സി ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇവർ ഈ ഒരുമിച്ചിട്ട ആൾക്കാരെ ഒന്നായിട്ട് കൂട്ടുക. അവർ ഒരൊറ്റ വേർഡാണ്, ഒറ്റ ലെറ്ററാണ്, അവരൊന്നായിട്ട് കൂട്ടുക. ബാക്കി ഇവൻ 2, ഇവൻ 3, ഇവൻ 4, 5, 6, 7, 8. മൊത്തം എത്ര പേരുണ്ടപ്പോൾ? 8. ഇവരുടെ പരിപാടി നേരത്തെ ചെയ്ത പോലെ എടുക്കുക. ഇവിടെ മൊത്തം 8 പേരുണ്ട്, 8 ഫാക്ടോറിയൽ ബൈ. ഇനി ഇവിടെ മാത്രം റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരെ എടുക്കുക. ഇതിൻ്റെ അകത്തേക്ക് നിങ്ങൾ കൂട്ടരുത്. പുറത്ത് നോക്കിയേ, എൻ എത്ര പേരുണ്ട്? എൻ 3 പേരുണ്ട്. ഡി എത്ര പേരുണ്ട്? ഡി 2 പേരുണ്ട്. ഇതെഴുതുക. കേട്ടല്ലോ? ഡി എത്ര പേരുണ്ട്? ഡി 2 പേരുണ്ട്. അതെഴുതി. ഇനി എന്ത് ചെയ്യുക? അപ്പോൾ ഇതിൻ്റെ താഴെ വന്നു ആ 2 ഫാക്ടോറിയലിൻ്റെ 3 ഫാക്ടോറിയൽ കൊടുക്കുക. ഇൻറ്റു കഴിഞ്ഞിട്ടില്ല. ഇനി ഇതിൻ്റെ അകത്തെ പരിപാടിയില്ലേ, അതൊന്ന് ഇതുപോലെ ചെയ്യുക. ഇതിൻ്റെ അകത്ത് ആരൊക്കെ ഉണ്ടോ? ഐ ഉണ്ട്, ഇ ഉണ്ട്, ഇ ഉണ്ട്, ഇ ഉണ്ട്. ഇവർ ടോട്ടൽ എത്ര പേരുണ്ട്? 1 2 3 4 5 പേരുണ്ട്. അപ്പോൾ 5 ഫാക്ടോറിയൽ. ഇവിടെ എത്ര പേര് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? ഈ 4 പേര് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ. ഇത് ചെയ്തേക്കുക. നോക്കിയേ, അപ്പോൾ ആദ്യം ഇവരെ ഒറ്റക്കാക്കിയിട്ടിട്ട് ഒരുമിച്ച് എല്ലാം കൂടി ചെയ്യുക. എന്നിട്ട് ഇവരെ മാത്രം ഒന്ന് സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ മൊത്തം എത്ര പേരുണ്ട്? 5 പേരുണ്ട്. അപ്പോൾ 5 ഫാക്ടോറിയൽ ബൈ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത് ഈ മാത്രമാണ്. ഈ എത്ര പേരുണ്ട്? 4 എണ്ണം. അപ്പോൾ ബൈ 4 ഫാക്ടോറിയൽ. ഇത് കാൽക്കുലേറ്ററിൽ അടിച്ചാൽ ആൻസർ ആയി. ഇതിൻ്റെ ആൻസർ എത്ര വരും? അപ്പോൾ ഇതിൻ്റെ ആൻസർ 168.00 എന്ന് വന്നു. ഇതാണ് സത്യം പറഞ്ഞാൽ നമ്മളോട് പെർമ്യൂട്ടേഷനിൽ നിന്ന് ചോദിക്കുന്നത്. റിപ്പീറ്റ് വരുന്നതും റിപ്പീറ്റ് വരാത്തതും. കേട്ടല്ലോ? ഇനി അവസാനത്തത് കോമ്പിനേഷൻ. കോമ്പിനേഷൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. NCR = n ഫാക്ടോറിയൽ ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇത് എഴുതി നോക്കിയേ. 5C2 എന്ന് ചെയ്യാം. 5C2 നോക്ക്. 5C2 എങ്ങനെ ചെയ്യണമെന്നാണ് പറഞ്ഞത്? 5 ഫാക്ടോറിയൽ ബൈ താഴെ എന്താണുള്ളത് അതിൻ്റെ ഫാക്ടോറിയൽ എടുത്തു. എന്നിട്ട് ഇത് രണ്ടും കൂടി കുറച്ചുകൂടി ഫാക്ടോറിയൽ എടുത്തു. 5 - 2. അപ്പോൾ ആൻസർ എന്ത് വന്നു? 5 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ. എൻ്റെ ഇത് കുറയ്ക്കുമ്പോൾ എത്ര വന്നു? 3 ഫാക്ടോറിയൽ. ഇതിൻ്റെ ആൻസർ എത്ര വന്നടാ? 5 ഫാക്ടോറിയലിന് 1 × 2 × 3 × 4 × 5 എന്ന് മുകളിൽ എഴുതി. താഴെ 2 ഫാക്ടോറിയൽ 1 × 2, 3 ഫാക്ടോറിയൽ 1 × 2 × 3. ഈ 3 വരെയുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞു. ഇവിടെ ഒരു 2 ഉണ്ട്, 4 കട്ട് ചെയ്തപ്പോൾ 2, 5 × 2 എത്രയാണ്? 10. ഓക്കെ അല്ലേ? എടാ ഇതിനും ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, അതുകൂടി ഒന്ന് പറഞ്ഞു തരാം. കോമ്പിനേഷനും ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, അതുകൂടി ഒന്ന് പറഞ്ഞു തരാം. 5C2 എന്താണ്? 5C2. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 5ൽ തുടങ്ങി പുറകോട്ട് നമ്മൾ 2 നമ്പർ എഴുതൂല്ലേ, അതുപോലെ തന്നെ 5 × 4 പുറകോട്ട് 2 എണ്ണം എഴുതി. കഴിഞ്ഞിട്ടില്ല, അത് പെർമ്യൂട്ടേഷനിലായിരുന്നു, അത് മാത്രം. കോമ്പിനേഷനിൽ വരുമ്പോൾ താഴെ 2 പറഞ്ഞിരിക്കുന്ന കാരണം 2യുടെ ഫാക്ടോറിയൽ എഴുതുന്ന പോലെ 1 മുതൽ ആ നമ്പർ വരെ മൾട്ടിപ്ലൈ ചെയ്ത് താഴെ എഴുതിക്കോളുക. 1 × 2 ഇത്രേ ഉള്ളൂ. അപ്പോൾ ആൻസർ എത്ര വന്നടാ? 5 × 4 എത്രയാണ്? 20 ബൈ 1 × 2 എത്രയാണ്? 2 ബൈ 10 എന്ന ആൻസർ കിട്ടിയില്ലേ? സംശയം ഉണ്ടാ? ഇവിടെ നോക്കതേ, ഞാൻ 4C3 കണ്ടുപിടിക്കുവാണ്. 4C3 എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ മേളിൽ പറഞ്ഞിട്ടുള്ള 4 ആണ്. അപ്പം 4ൽ നിന്ന് പുറകോട്ട് 3 നമ്പറുകൾ എഴുതി. 4 × 3 × 2. സിമ്പിൾ. ഓക്കെ അല്ലേ? ഇനി താഴെ 3 പറഞ്ഞിരിക്കുന്ന കാരണം 1ൽ തുടങ്ങി 3 വരെ മൾട്ടിപ്ലൈ ചെയ്ത് താഴെ എഴുതിക്കൊള്ളണം. 1 × 2 × 3. അപ്പോൾ ആൻസർ നോക്കിയേ, ഇവിടെ ഈ 2 × 3ഉം ഈ 2 × 3ഉം നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 4 എന്ന് കിട്ടി. സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. ഇതാണ് കോമ്പിനേഷൻ. അപ്പോൾ കോമ്പിനേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നോക്ക്, 7C3 എങ്ങനെ കണ്ടുപിടിക്കും? എളുപ്പ വഴിയിൽ കണ്ടുപിടിക്കാം അല്ലേ? 7 × 6 × 5 മുകളിൽ എഴുതി. താഴെ 3 വന്ന കാരണം എത്രയാണ്? 1 × 2 × 3. ഈ 2 × 3 6 ആണ്. 6ഉം 6ഉം ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. 7 × 5 എത്ര വന്നു? 35. നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ചെയ്തോ, ആൻസർ 35 ആയിരിക്കും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. NC8 = NC2. ഫൈൻഡ് NC2 എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? NC8 = NC2. ഫൈൻഡ് NC2 എന്നാണ് പറഞ്ഞേക്കുന്നത്. വളരെ സിമ്പിളാണ്, ശ്രദ്ധിച്ചോളണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം, ഇവിടെ നോക്കിയേ, 5C2 എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ഈക്വൽ ആയിട്ടുള്ള വേറൊരു കോമ്പിനേഷൻ ഉണ്ട്. അതെങ്ങനെ കണ്ടുപിടിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടുത്തെ മുകളിലത്തെ നമ്പർ സെയിം ആയിരിക്കും, 5C. അടുത്ത ഇതിന് ഈക്വൽ ആയിട്ടുള്ള കണ്ടുപിടിക്കാൻ വേണ്ടി ഈ 5ൽ നിന്ന് 2 കുറച്ചാൽ മതി, 3. അപ്പോൾ 5C2 = എത്രയാണ്? 5C3. വേറൊരു എക്സാമ്പിൾ പറയാം. 10C3 = ഏതായിരിക്കും?
മുകളിലത്തെ നമ്പർ സെയിം ആയിരിക്കും 10. ഓക്കെ, അടുത്ത എന്ത് കണ്ടുപിടിക്കണം? ഈ 10 - 3 ചെയ്താൽ മതി. എത്രയാണ്? 7. അപ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞേ 4C 1 ഈക്വൽ ആയിട്ടുള്ളത് എന്തായിരിക്കും? ഇത് കുറച്ചാൽ മതിയടാ. 4C 4 കുറയ്ക്കുമ്പോൾ 3. ഒരെണ്ണം കൂടി 8C 5 ഈക്വൽ ആയിട്ടുള്ളത് എന്തായിരിക്കും? 8 നിന്ന് 5 കുറച്ചാൽ മതി. 8C 3. ഓക്കെ അല്ലേ? ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ടെണ്ണം ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ താഴത്തെ 2 നമ്പറുകൾ കൂട്ടിയാൽ മേളത്തെ നമ്പർ കിട്ടും. നോക്കി, 2 × 3 എത്രയാണ്? 5. 3 × 7 എത്രയാണ്? 10. 1 × 3 എത്രയാണ്? 4. 5 × 3 എത്രയാണ്? 8. ഓക്കെ അല്ലേ? അപ്പൊ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് NC8 = NC2 ആണ്. ഓക്കെ അല്ലേ? അപ്പൊ നോക്കി n എത്രയാണെന്ന് ഇവിടുന്ന് വളരെ വേഗം പറയാം. എന്താണ്? ഈ 8 2 കൂടി കൂട്ടിയാൽ പോരെ? 8 + 2. ആൻസർ എത്ര കിട്ടി? 10. സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് n അല്ല, NC2 ആണ്. അപ്പൊ നോക്ക്, NC2 നമുക്ക് എങ്ങനെ എഴുതാം? 10C2 എന്ന് എഴുതാം. 10C2 എളുപ്പത്തിൽ എങ്ങനെ കണ്ടുപിടിക്കാന്നാ പറഞ്ഞത്? 10 × 9 താഴെ 2 വന്നിരിക്കുന്നത് കാരണം 1 × 2. ഈ 2ഉം ഈ 10ഉം കൂടി കട്ട് ചെയ്തപ്പോൾ 5. 9 × 5 എത്രയാണ്? 45. സിമ്പിൾ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇത്രേ ഉള്ളൂ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. എ കമ്മിറ്റി ഓഫ് 3 persons constitute to form a group of 2 men and 3 women. In how many ways this can be done? How many of these committees would be consist of 1 man and 2 women? ഇതാണ് ചോദ്യം. ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഒരു കമ്മിറ്റി സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യേണ്ടത് എവിടെ നിന്നാണ്? എ കമ്മിറ്റി ഓഫ് 3 persons to be constituted from a group of 2 men and 3 women. എന്ന് പറഞ്ഞാൽ എന്താ? 2 മെന്നും 3 വുമണും ഉണ്ട് കേട്ടല്ലോ. അതിൻ്റെ അകത്ത് നിന്നും നമുക്ക് ഒരു കമ്മിറ്റി ഓഫ് 3 persons എന്താ ചെയ്യേണ്ടത്? അറേഞ്ച് ആണ് ചെയ്യേണ്ടത്? അല്ല, അവിടെ എന്താ ചെയ്യേണ്ടത്? സെലക്ട് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ എടുക്കേണ്ടത് എന്താടാ? കോമ്പിനേഷൻ ആണ്. എന്ന് പറഞ്ഞ ചോദ്യം സിമ്പിൾ. 2 മെന്നിൽ നിന്നും 3 വുമണിൽ നിന്നും എത്ര പേരെ സെലക്ട് ചെയ്യണം? 3 പേരെ സെലക്ട് ചെയ്യണം. കേട്ടല്ലോ. ഇതെങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചേക്കുന്നത്. വളരെ സിമ്പിൾ, വളരെ സിമ്പിൾ. ഫസ്റ്റ് പാർട്ട് എങ്ങനെ എഴുതാം? വളരെ സിമ്പിൾ. ഇതെങ്ങനെ സെലക്ട് ചെയ്യാന്നാണ് ചോദിച്ചേക്കുന്നത്. എടാ മൊത്തം എത്ര പേരുണ്ടോ നോക്കിയേ. 2 മെന്നും 3 വുമണും കൂടി കൂട്ടുമ്പോൾ 2ഉം 3ഉം 5 പേര് ഇതിൻ്റെ അകത്തുണ്ട്. ഇതിൻ്റെ അകത്ത് നിന്ന് എത്ര പേരെ സെലക്ട് ചെയ്യണോടാ? 3 പേരെ സെലക്ട് ചെയ്താൽ മതി. 3 പേരെ സെലക്ട് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ 5 പേരിൽ നിന്നും 3 പേരെ സെലക്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. 5 പേരിൽ നിന്നും 3 പേരെ സെലക്ട് ചെയ്യുന്നതാണ് 5C3. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? ഇതിൻ്റെ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കും? 5 × 4 × 3 ഈ താഴെയുള്ള 3 ആയതുകൊണ്ട് 1 × 2 × 3. ഓക്കെ അല്ലേ? ഇതേ ഒരു 3ഉം ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഒരു 2ഉം ഒരു 4ഉം കൂടി കട്ട് ചെയ്തപ്പോൾ 2. ആൻസർ എത്രയാണ്? 10 എന്ന് വന്നു. എത്ര വന്നു? 10 എന്ന് വന്നു. സിമ്പിൾ. ഓക്കെ അല്ലേ? ഇനി സെക്കൻഡ് പാർട്ട്. ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് പോവാം. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്താ? ഹൗ മെനി ഓഫ് ദീസ് കമ്മിറ്റി വുഡ് ബി കൺസിസ്റ്റ് ഓഫ് 1 men and 2 women. അതായത് നമ്മളോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇതിൻ്റെ അകത്ത് 2 men ഉണ്ട്, പിന്നെ എത്രയാണ്? 3 women ഉണ്ട്. ഇതിൻ്റെ അകത്ത് നിന്നും നമുക്ക് 3 പേരെ സെലക്ട് ചെയ്യണം. പക്ഷേ സെലക്ട് ചെയ്യുന്നവരിൽ 1 man ഒരു മാനും ആകണം, 2 womenഉം ആകണം എന്നല്ലേ നമ്മളോട് പറഞ്ഞേക്കുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ആൾക്കാരെ സെലക്ട് ചെയ്യണം. ശ്രദ്ധിച്ച്, നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ആൾക്കാരെ സെലക്ട് ചെയ്യണം. ആ സെലക്ട് ചെയ്യുന്നവർ ഒരു മെന്നും ആവണം, 2 വുമണും ആവണം. ആ 3 പേരില്ലേ, ആ 3 പേര് ഒരു മെന്നും ആവണം, 2 വുമണും ആവണം. അപ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ സെപ്പറേറ്റ് സെലക്ഷൻ നടക്കും. നമുക്ക് ഒരു മെന്നല്ലേ വേണ്ടത്. ഈ ഒരു മെന്നെന്ന് പറയുന്നത് ഈ 3 വുമണിൽ നിന്ന് ഒരു മെന്നിനെ സെലക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആ ഒരു മെന്നിനെ നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്യും. എന്താണ്? ഒരു മെന്നിനെ നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്യും. ബാക്കി 2 വുമൺ വേണ്ടേ? 2 വുമണെ നമ്മൾ ഈ 3 വുമണിൽ നിന്ന് സെലക്ട് ചെയ്യും. 2 വുമണെ 3 വുമണിൽ നിന്ന് സെലക്ട് ചെയ്യും. ഇത്രേ ഉള്ളൂ. 2 മെന്നിൽ നിന്ന് ഒരു മെന്നിനെ സെലക്ട് ചെയ്യുന്നത് എത്രയാണ്? 2C1. 2 പേരിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യുന്നത് 2C1 ഇൻറ്റു 3 വുമണിൽ നിന്ന് 2 വുമണിനെ സെലക്ട് ചെയ്യണം. 3 പേരിൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്യുന്നത് എത്രയാണ്? 3C2. ഇത്രേ ഉള്ളൂ. 2C1ൻ്റെ ആൻസർ കണ്ടുപിടിച്ചോ? എങ്ങനെയാണ്? 2 അത്രയല്ലേ ഉള്ളൂ. 2C1ൻ്റെ ആൻസർ എത്രയാണ്? 2 ഇൻറ്റു 1 എന്നൊക്കെ വേണമെങ്കിൽ എഴുതാം. ഇൻറ്റു 3C2ൻ്റെ ആൻസർ എത്രയാണ്? 3 ഇൻറ്റു പുറകോട്ട് 2 നമ്പർ 3 × 2 / 1 × 2. ആൻസർ 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അപ്പോൾ 2 × 3 എന്ന് വരും. ആൻസർ എത്രയാണ്? 6. സിമ്പിൾ. ഇതാണ് പെർമ്യൂട്ടേഷൻ. അപ്പോൾ പെർമ്യൂട്ടേഷൻ കുറേ കുട്ടികൾക്ക് സംശയം വരുന്നൊരു പോർഷനാണ്. ആദ്യം ഇത് കണ്ടിട്ട് ഇതിനൊരു ബേസിക് ഐഡിയ ഉണ്ടാക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുക. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇത് നോക്ക്, ഈ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ ഓക്കെയാണ്. നമ്മുടെ പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെൻ്റ് ആണ്. ഇക്വേഷൻ ഇതാണ്.
കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ സെലക്ഷൻ ആണ്, ഇക്വേഷൻ ഇതാണ്. സിമ്പിൾ. ഇത്രയും പഠിച്ചാൽ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ സെറ്റ് ആണ്.